ഹലോ ഗായ്സ്, ഇന്ന് വാൽപ്പാറയിലെ സെക്കൻഡ് ഡേ ആണ്. അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഇനി ഇപ്പോൾ ബോട്ട് റൈഡിനൊക്കെ പോകുന്നുണ്ട്. ഡേ 1 കാണാത്തവർ പോയി കാണണം. അടിപൊളി സെറ്റ് വ്യൂ ആണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, അടിപൊളിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മിഴികളിൻ മനം ചേർന്നു ഒരു രക്ഷയില്ല. നല്ല ക്ലൈമറ്റ് എന്നും പറഞ്ഞ് ഭീകര തണുപ്പൊന്നുമില്ല. എന്നാലും ഭീകര തണുപ്പുമില്ലെങ്കിലും ഒരു സൗന്ദര്യമായി ഒന്ന് നോക്ക്. നിങ്ങളെല്ലാം ഈ സ്ഥലമെല്ലാം ഒന്ന് നോക്കി നോക്ക്. ഒരു രക്ഷയില്ല. എൻ്റെ ദൈവമേ, നമ്മൾ പറയില്ലേ പ്രണയം പ്രേമം എൻ്റെ ഭാര്യയൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു മൂഡും ഒരു ഭീകര സംഭവം കേട്ടോ. വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലം, അതായത് ഒരുപാട് പൊല്യൂഷൻ ഇല്ലാത്തതും എന്താ പറഞ്ഞറിയിക്കാം. ഇതുവരെ ഈ റോഡാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. പക്ഷെ ഒരു വണ്ടി പോലും, ഒരു ബൈക്ക് പോലും ഇതുവരെ പോയിട്ടില്ല. അത്രയും പൊല്യൂഷൻ കുറഞ്ഞ ഒരു സ്ഥലവും മക്കളുമായിട്ടും പിള്ളേരും നമ്മളെ ഫാമിലി ആയിട്ടെല്ലാം വന്ന് സന്തോഷിച്ച് അതൊരു സുഖമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ടൂർ പ്ലാൻ ചെയ്ത് തന്നെ എങ്ങനെയല്ല ഇങ്ങനെ എത്തിപ്പെട്ടതാണ്. ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ഒരു രക്ഷയില്ല. വാൽപ്പാറ എല്ലാവരും വരണം, സൂപ്പറാണ്. പോരെ. കൈകളിൻ ജാലം, മൊഴികളിൻ മധുരം, നിർമ്മലമീ നിമിഷം. നമ്മളിപ്പോൾ നാലമുടി വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിങ്ങിന് പോകാൻ പറ്റിയില്ല. എന്തെന്നാൽ സാറ്റർഡേയും സൺഡേയും മാത്രമേ ഓപ്പൺ. സൺഡേ സാറ്റർഡേ മാത്രമാണ് അത് ഓപ്പൺ. ഇന്നലെ പോകാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇന്നലെയാണ് ടയേർഡായി. അതെ, ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ എന്തൊക്കെയോ നടക്കണമെന്ന് പറയുന്നത്. അതാണ് സത്യം പറഞ്ഞാൽ മൂന്നാറിനെക്കാട്ടി ഭംഗി. അതെ, ഇത് മൊത്തം ഇതാണ്. മൂന്നാറിനെ കാട്ടി തേയിലത്തോട്ടം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വിശ്വസിച്ച് വരാം. മൂന്നാർ ഫാൻസ് അല്ല, നമ്മൾ മൂന്നാറൊക്കെ എന്തോ ഇപ്പൊ അതൊക്കെ മാറി ഗൈസ്. നിങ്ങൾ വാൽപ്പാറ വരണം, സെറ്റാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മൂന്നാറിലോട്ട് പോകത്തില്ല. അത്രയ്ക്ക് ഭംഗിയാണ്. കോടമഞ്ഞിലൊക്കെ നല്ലോണം മൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, അപ്പൊ അവര് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് കണ്ടോ, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഭയങ്കര ചൂടായിരിക്കും, മഴ പെയ്യുന്നില്ല. പക്ഷെ നല്ല മഴ പെയ്യും. ഇവിടെ പുലിയോ ആനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതെ, ആന വന്നാലും കുഴപ്പമില്ല, പുലി വരാതിരുന്നാൽ മതി. എനിക്ക് അതാണ് പേടി. അല്ലാതെ ആന നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ല, പുലിയോ ആനയോ വന്ന നമ്മള് അവരൊക്കെ ഫ്രണ്ടിൽ പോയി. പുറകിൽ നിന്ന ആളാണ് ഫ്രണ്ടിലോട്ട്. ആ ഭംഗി അങ്ങോട്ട് നോക്ക്, എന്ത് ഭംഗിയാണ്. സൂപ്പർ തന്നെ. അവിടെ കുറച്ച് നമ്മളുടെ നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് ദൂരെ വണ്ടിയിൽ നിന്ന് വന്നു. എന്നുവെച്ചാൽ ഇനിയും അങ്ങ് വരെ നടക്കണം. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചത്, മുട്ടയും മീനും ചിക്കൻ എല്ലാം ഒക്കെ ദഹിച്ച്. ഇവിടെ ഇൻസ്റ്റാഗ്രാം ബ്ലോഗറാണ്. ഇൻസ്റ്റ പറഞ്ഞു കൊടുക്കും. പൂജാബിനു എല്ലാവരും ഫോളോ ചെയ്ത് കൊടുക്കും.
ഇടി കെട്ടുന്നു ഗൈസ്, പേടിയാവുന്നു. ആനകളെല്ലാം ഇപ്പൊ വരുവോ? അതെ ഗൈസ്, ബാ ഗൗരി. ഗൈസ് എനിക്ക് തോന്നുന്നു നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ ദേ അതാണെന്ന് തോന്നുന്നു. അതെ, വ്യൂ പോയിന്റ് എത്താറായിരിക്കുകയാണ്. ആ ചേട്ടൻ ഗൈസ് അതാണ് വ്യൂ പോയിന്റ്. അവിടെ എത്താർ അങ്ങോട്ട് നടക്കാം ഗൈസ്. ഗൈസ് ഇവിടെ നിന്ന് വീണ നമ്മുടെ ഒരു പൊടി പോലും നല്ല നമുക്ക് നേരെ സുഖത്തിലേക്ക് പോകാം ഗൈസ്. അതുകൊണ്ടോ അവിടെ നിന്ന് വല്ല ഫോട്ടോ എടുത്തിട്ട് മറിഞ്ഞടിച്ച് വീണ ഭയങ്കര റിസ്ക്കാണ് കുട്ടികൾക്ക് കാണാൻ ശേഷം. മഞ്ഞമ്മൽ ബോയ്സിൽ അത് അങ്ങനെയൊന്നും അതുപോലെ ഒന്നും ആവത്തില്ല. എന്താന്ന് പറയുമ്പോ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ചാവും. അത് പിന്നെയും അതങ്ങനെയല്ല. ക്ലാസ് നമ്മൾ വ്യൂ പോയിന്റിലെത്തി ഗൈസ്. നമ്മൾ ഇന്നലെ വന്നപ്പം ഇത് സത്യം പറഞ്ഞാല് വാൽപ്പാറ, അതെ ഇന്നലെ വാൽപ്പാറ വന്നപ്പോ കൊടൈക്കനാൽ നമ്മൾ കണ്ടു. കൊടൈക്കനാൽ കണ്ടു, എനിക്കതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ ഞാൻ പറയണേ, ഈ വ്യൂ ആണ് ദ ബെസ്റ്റ് വ്യൂ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ്. അടിപൊളിയാണ് സംഭവം. നമ്മളാണ് ഏറ്റവും അവസാനം ഇവിടെ നടക്കുന്നത്. പുറകിലാരുമില്ല. ഇവിടുത്തെ സെക്യൂരിറ്റി അയാളൊക്കെ പോയി, വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. വണ്ടീൻ്റെ അടുത്തോട്ട് പോകാം. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, എൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. ഇനിയും കുറച്ച് ദൂരവും കൂടെ ഉണ്ട്. നമ്മൾ ഇന്ന് എന്താ മഞ്ഞുമ്മൽ വൈബ്സാണ് പിടിച്ചിരിക്കുന്നത് അല്ലേ? യെസ്. മലയും താണ്ടി പുരിതമാണത്, അഭിരാമിയെ താലാട്ടു സ്വാമി നാട് തെരിയുമാ. പട്ടയിലെ പട്ടകത്തിൽ അല്ലേ? പട്ടണത്തിലെ കൊട്ടകത്തിൽ സിനിമ പട്ടയിലെ കൊട്ടകത്തിൽ സിനിമ കട്ടിത്തരാം. ഒത്തിരി പലഹാരം നമ്മൾ കൊണ്ടുവന്ന് തരാം. നമ്മളുടെ സ്നേഹം കടിതരാം. നമ്മുടെ ജീവൻ തന്നെ തരാം. മധുര ലഡു വിടാണ് ഒരു മുണ്ടറി പോലെ. നിന്റെ സംഗീതമില്ല തരി നമ്മൾ ഇഷ്ടം. ഒന്ന് വേഗം സൊല്ലു നമ്മ രാമസീതയെ നോക്കും മാതിരി കാവൽ നിന്ന് തരാം. പിന്നാലെ പിന്നാലെ നടന്നതിൽ പിണങ്ങല്ലേ നീ കടക്കണ്ണാലെ. അങ്ങനെ നമ്മൾ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അത് കൊള്ളാല്ലേ. ചായ കുടിക്കാനും ഒക്കെ വേണ്ടി നമ്മളൊരു കടയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം കണ്ടു, ഐസ്ക്രീം വാങ്ങിച്ചു. രണ്ടുപേരും ബട്ടർ സ്കോച്ചാണ് അങ്ങനെ വലിയ ആൾക്കാരൊക്കെ കുറച്ച് ചായയും കുറച്ച് കേക്കും വാങ്ങിച്ചു.
ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കിടു എൻ്റെ കിടു സ്പോട്ട് മസ്റ്റ് ട്രൈ ചെയ്യണം, എല്ലാവരും വരണം. പിന്നെ ഹോട്ടൽ ബെൽവിസ്റ്റോയിലൊക്കെ വന്നാൽ കിടു ഭയങ്കര ശബ്ദം. ഞാൻ പിന്നെ പറയാം. അവിടെ എന്തോ പ്രോഗ്രാം നടക്കുവാണെന്ന് തോന്നുന്നല്ലേ, റംസോട്ട്. നീ കണ്ണോട് കണ്ണോട് കണ്ണോരമായി, കാതോട് കാതോട് കാതോരമായി, നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ നീ തോരാതെ തോരാതെ തീരാതെയായി, മായാതെ മായാതെ മായാതെയായി, എന്നാളും എന്നാളും എന്നാളമായി പടരേ. ഓ ഉയിരിൻ ഉയരെ മൂടും തീയാണ് നീ, തീയാണ് കാതൽ കനലായി അകമേ നീറും നോവാണ് നീ. അപ്പോൾ ഗൈസ് ഡേ 2 ഇത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഓക്കെ സെറ്റായി. ഇനി അടുത്ത ഡേ 3 വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. നദിയായി